പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ അൽഫോൻസ് ലിഹോരി ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുകയാണ്: മറ്റുള്ളവരുടെ മുന്നിൽ ആദരിക്കപ്പെടാനും അംഗീകരിക്കപ്പെടാനുമുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ നാം വളരെയേറെ ഭയപ്പെടണം. കാരണം അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ, പ്രേരണകൾ നമ്മുടെ നിത്യനാശത്തിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുണ്ട്. വിശുദ്ധ ലൂക്കോസ് സുവിശേഷം 9-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ പരിത്യജിച്ചുകൊണ്ട് അനുദിനം തൻ്റെ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠം ഇതാണ്: പരിത്യജിക്കലിൻ്റെ ഒരു അഭിഷേകത്തിന് വേണ്ടി. ശൂന്യവൽക്കരണത്തിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾ ഒരിക്കലും അവർ തങ്ങളെ തന്നെ വലിയവരായി ഗണിക്കുന്നില്ല. മറ്റുള്ളവർ തങ്ങളെ ആദരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നില്ല. മാത്രമല്ല, അവർ സ്വയം മുറിച്ചു കൊടുക്കുവാൻ, പങ്കുവച്ചു കൊടുക്കുവാൻ അവർ തയ്യാറാണ്. ഒരിക്കലൊരു നീഗ്രോ ബാലൻ വൈദികനാകണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നിട്ടും തനിക്ക് അതിനുള്ള യോഗ്യതയൊന്നും ഇല്ല എന്ന് സ്വയം കരുതിക്കൊണ്ട് ഒരു ആശ്രമത്തിൽ തോട്ടക്കാരനായി ജോലി നോക്കി വരികയായിരുന്നു. ആ കാലഘട്ടത്തിൽ ആ ഗ്രാമത്തിൽ വലിയ ക്ഷാമമുണ്ടായി, ദുരിതമുണ്ടായി, വലിയ പട്ടിണി വ്യാപിച്ചു. അപ്പോൾ ആ ആശ്രമത്തിലെ പ്രിയോരച്ഛൻ ഒരു കാര്യം ചെയ്തു. ആ ആശ്രമത്തിൽ വളരെയേറെ പ്രിയപ്പെട്ടതായി കരുതിപ്പോന്ന കലാരൂപങ്ങളും ചില ചിത്രങ്ങളും എടുത്ത് വിൽക്കുവാൻ അതെല്ലാം എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. അപ്പോൾ ഇത് കണ്ട നീഗ്രോ ബാലൻ ഓടിച്ചെന്ന് ഈ വൈദികനോട് ചോദിച്ചു, എന്താണങ്ങ് ചെയ്യുന്നത്? കാര്യങ്ങൾ അറിയിച്ചപ്പോൾ ഈ നീഗ്രോ ബാലൻ പറഞ്ഞു, അങ്ങനെയെങ്കിൽ അങ്ങൊരു കാര്യം ചെയ്യുക, എന്നെ വിറ്റുകൊള്ളുക, എന്നെ വിറ്റ് പണം സമ്പാദിച്ച് ദാരിദ്ര്യം മാറ്റുക. അപ്പോൾ ഈ വൈദികൻ ചോദിച്ചു, എന്താണ് ഈ പറയുന്നത്? അപ്പോൾ ഈ നീഗ്രോ ബാലൻ പറഞ്ഞു, എനിക്ക് നല്ല ആരോഗ്യമുണ്ട്, ഞാൻ നന്നായി ജോലി ചെയ്യും, അതുകൊണ്ട് എന്നെ ഒരു അടിമയായി കണക്കാക്കി എന്നെ വിറ്റുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഒരു ശൂന്യവൽക്കരണത്തിൻ്റെ, ഒരു പരിത്യജിക്കലിൻ്റെ ഒരു ചിത്രമാണ് ഈ നീഗ്രോ ബാലൻ നമുക്ക് വരച്ച് കാണിച്ചു തരിക. ആ നീഗ്രോ ബാലൻ പിന്നീട് ആ ആശ്രമത്തിൽ വിശുദ്ധിയോടുകൂടി, പരിത്യാഗ പ്രവൃത്തികളോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിച്ചു. പിന്നീട് കത്തോലിക്ക സഭയിലെ ഒരു വലിയ വിശുദ്ധനായി മാറി. ആ വിശുദ്ധനാണ് വിശുദ്ധ മാർട്ടിൻ ഡി പോറസ്. ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ദൈവമായിരുന്നിട്ടും തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് പിറന്ന ഈശോ ശൂന്യവൽക്കരണത്തിൻ്റെ, പരിത്യജിക്കലിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ ലോകം തരുന്ന അംഗീകാരത്തിനും പ്രശംസയ്ക്കും ആദരിക്കലിനും വേണ്ടി ദാഹിക്കുന്ന ഈ ലോകത്തിൽ പരിത്യജിക്കലിൻ്റെയും ശൂന്യവൽക്കരണത്തിൻ്റെയും ഒരു അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. ആമേൻ.